നമ്മുടെ കൂടെ ഉള്ളത് ടാറ്റയുടെ പഞ്ചാണ്. അപ്പം കഴിഞ്ഞ 3 വർഷമായിട്ട് ടാറ്റ പഞ്ച് നമ്മുടെ മാർക്കറ്റിലുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 40 വർഷമായിട്ടുള്ള ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഹിസ്റ്ററിയിൽ പുതിയൊരു ചരിത്രത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതായത് ടാറ്റ പഞ്ച് എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ 40 വർഷമായിട്ട് ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഹിസ്റ്ററിയിൽ ബെസ്റ്റ് സെല്ലിംഗ് കാർ എന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ ഏതെങ്കിലും ഒരു വണ്ടിയായിരിക്കും. പക്ഷെ ആദ്യമായിട്ട് വേറൊരു ബ്രാൻഡ്, അതായത് നമ്മുടെ ടാറ്റയുടെ പഞ്ച് ബെസ്റ്റ് സെല്ലിംഗ് കാർ എന്നുള്ള പദവിയിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ 2024 ഇയറിൽ ഏകദേശം 2 ലക്ഷം യൂണിറ്റുകൾ വിറ്റിട്ടാണ് ഈ ഒരു ചരിത്രത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ട് ടാറ്റ പഞ്ച് ബെസ്റ്റ് സെല്ലിംഗ് കാർ ആയി എന്നുള്ളതിൻ്റെ ആൻസർ ആണ് നമ്മൾ ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ കയ്യിൽ ഇപ്പം ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 2021 മോഡൽ അക്കംപ്ലിഷ്ഡ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അതായത് ടാറ്റ പഞ്ചിലെ ഏറ്റവും വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത് ഈ അക്കംപ്ലിഷ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ് ആണ്. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഡിസൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഒരു ഒരു മിനി SUV ഡിസൈനിലാണ് വണ്ടി വരുന്നത്. അതായത് നമ്മുടെ ഒരു ഹാരിയറിന്റെ ഒരു മിനി വേരിയന്റ് അല്ലെങ്കിൽ ഒരു മിനി വേർഷൻ തന്നെ പറയാൻ പറ്റും. SUV ആണെന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ തന്നെ പറയട്ടെ, ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സസ്പെൻഷൻ സെറ്റപ്പും ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള, അതായത് നമ്മുടെ ഗട്ടറൊക്കെ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് അബ്സോർപ്ഷൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സസ്പെൻഷൻ സെറ്റപ്പാണ് ഇതിന് വന്നിട്ടുള്ളത്. അപ്പം നമുക്കിത് ഓടിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ സസ്പെൻഷൻ നമുക്ക് കാണിച്ചു തരാം. ഇനി നമുക്ക് ഇതിന്റെ റയർ സൈഡിലോട്ട് വരാം. അതായത് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ് പഞ്ചിന്റെ റയർ, അതായത് ബാക്ക് വ്യൂ അത്ര ഗുഡ് ലുക്കിംഗ് അല്ല എന്നുള്ളത്. അതായത് ഒരു SUVക്ക് മാച്ചപ്പ് ആയിട്ടുള്ള ബാക്ക് ലുക്ക് അല്ല ഇതിനുള്ളതെന്ന്. പക്ഷെ പേഴ്സണലി എനിക്ക് അത്യാവശ്യം ഇഷ്ടമായിട്ടുള്ള ലുക്കാണ്. എസ്പെഷ്യലി ഇതിന്റെ ഒരു ടൈൽ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും യുണീക്ക് ആയിട്ടുള്ള ഒരു ടൈൽ ലൈറ്റ് ആണ് ടാറ്റ പഞ്ചിന് നൽകിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വന്ന സ്ഥിതിക്ക് തന്നെ നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസ് അത്യാവശ്യം ബൂട്ട് സ്പേസ് ഉള്ള ഒരു വണ്ടി തന്നെയാണത്. അതായത് 366 ലിറ്റർ ബൂട്ട് സ്പേസ് ഉള്ള ഒരു വണ്ടിയാണത്. നമ്മുടെ ടാറ്റ പഞ്ചിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ 90 ഡിഗ്രി ഓപ്പണിംഗ് ചെയ്യാൻ പറ്റുന്ന ഈ ഡോറാണ്. അത് നമുക്ക് 2 ഡോറും നമുക്ക് ഇതുപോലെ 90 ഡിഗ്രി ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ്. അതായത് ഫാമിലി പർപ്പസിന് ഏറ്റവും ബെസ്റ്റ് ആണ് ഈ വണ്ടിയിൽ തെളിയിക്കുന്നുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണിത്. 90 ഡിഗ്രി ഓപ്പണിംഗ് ചെയ്യാൻ പറ്റുന്ന 2 ഡോറുകൾ. പഞ്ച് അക്കംപ്ലിഷ് വേരിയന്റിന്റെ മാത്രം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം 15 ഇഞ്ച് ടയർ സൈസ് ആണ് ഇതിൽ വരുന്നത്. മാത്രമല്ല നമുക്ക് അലോയ് വീൽസ് ആണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു വീൽ ഫ്രെയിമാണ് ഇതിൽ വരുന്നത്. ഇതാണ് നമ്മുടെ ടാറ്റ പഞ്ചിന്റെ എഞ്ചിൻ റൂം എന്ന് പറയുന്നത്. അതായത് ടാറ്റയുടെ ഫേമസ് ആയിട്ടുള്ള 1.2 ലിറ്റർ റിവോട്രോൺ എഞ്ചിനാണ് ഇതിലുള്ളത്. നമുക്ക് അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ്. ഏകദേശം 87 bhp പവർ 115 Nm ടോക്ക് ഉണ്ടാക്കുന്ന ഒരു 3 സിലിണ്ടർ എഞ്ചിനാണ്. ഇതിന്റെ കമ്പാരിറ്റീവ്ലി ഇതിന്റെ ഒരു ചെറിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് സ്ലൈസ്ലി നോയ്സിയാണ്. അതായത് ബാക്കിയുള്ള പെട്രോൾ എഞ്ചിൻസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് റിഫൈൻമെന്റ് കുറവുള്ള ഒരു എഞ്ചിനാണിത്. പക്ഷെ പവറിന്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ലാഗും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ചെറിയ രീതിയിൽ നമ്മളെ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി നോയ്സിയാണ് കമ്പാരിറ്റീവ്ലി ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ബോണറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യത്തിലധികം വെയിറ്റ് ഉള്ളൊരു മെറ്റീരിയലാണ്. അതായത് സ്വന്തമായിട്ട് സ്റ്റീൽ കമ്പനിയൊക്കെയുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഈ ബോണറ്റ് പിടിക്കുന്ന സമയത്ത് മനസ്സിലാവും. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള, അതായത് 5 സ്റ്റാർ റേറ്റിംഗ് 2021 ഇറങ്ങിയത് മുതൽ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ടാറ്റയുടെ പഞ്ച് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കുറേ ആക്സിഡൻറ്റ് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല അതായത് ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ബോഡിയാണ് ടാറ്റ പഞ്ചിന് വരുന്നത്. എക്സ്റ്റീരിയർ പോലെ തന്നെ ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഭാഗമാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ലെഗ് റൂമിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ റൂം സ്പേസിൻ്റെ കാര്യമാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്പേസ് ഉണ്ട് ഈ വണ്ടിക്ക്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ഡാഷും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ പ്രീമിയം ലുക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു വുഡൻ ടച്ചും പിന്നെ ഒരു പ്ലാസ്റ്റിക് സെറ്റപ്പും ആയിട്ടാണ് ഇതിൻ്റെ ഒരു ഡാഷ് സെറ്റപ്പ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഗോൾഡൻ കളർ, ഇത് ആക്ച്വലി ഇത് പ്ലാസ്റ്റിക് ആണ്, പക്ഷേ മെറ്റൽ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഈ AC വെന്റിന് വന്നിട്ടുണ്ട്. ഇതൊന്നുമല്ല ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഹാവ്മാൻ്റെ മ്യൂസിക് സിസ്റ്റമാണ്. ടാറ്റയിൽ ആൾമോസ്റ്റ് എല്ലാ വണ്ടികളിലും ഈ ഹാവ്മാൻ്റെ മ്യൂസിക് സിസ്റ്റമാണ്. ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കാണിക്കാം. ഇതാണ് നമ്മുടെ ടാറ്റ പഞ്ചിന്റെ ഒരു ഇന്റീരിയർ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കിൽ വരുന്ന ഒരു ഇന്റീരിയർ തന്നെയാണ്. പിന്നെ ഈ ഒരു, അതായത് ഫുൾ ഓപ്ഷൻ അല്ലാഞ്ഞിട്ട് പോലും ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ക്രൂസ് കൺട്രോൾ അവൈലബിൾ ആണ്. അത് ശരിക്കും അടിപൊളി ഒരു ഫീച്ചർ തന്നെയാണ്. നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ക്രൂസ് കൺട്രോൾ കിട്ടുക എന്ന് പറഞ്ഞാൽ
ഇറ്റ്സ് റിയലി അപ്രിഷിയേറ്റബിൾ. പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് 2 മോഡ്സ് വരുന്നുണ്ട്. സിറ്റി മോഡ്സും വരുന്നുണ്ട്, നമുക്ക് എക്കോ മോഡ്സും വരുന്നുണ്ട്. ബേസിക്കലി ഒരു ഡ്രൈവറിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പവറിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ നമുക്ക് എക്കോ മോഡിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫ്യൂവൽ എഫിഷ്യൻസി കൂടുതൽ കിട്ടുന്നതായിട്ട് യൂസേഴ്സ് പറയുന്നുണ്ട്. നമ്മൾ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈവേയിലേക്ക് ഇറക്കി നോക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ ആദ്യം തന്നെ ഈ വണ്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ ഒരു സ്ലൈറ്റ്ലി ലാഗ് ഉണ്ട്. സ്ലൈറ്റ്ലി അല്ല, നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ലാഗിയാണ് ഫസ്റ്റ് ഗിയർ. പിന്നെ നമ്മളൊന്ന് മൂവ് ചെയ്തിട്ട് ഒരു മിഡ് റേഞ്ച് ഒക്കെ എത്തുന്ന സമയത്താണ് വണ്ടി ഭയങ്കര സ്മൂത്ത് ആവുന്നത്. നമുക്ക് ഫസ്റ്റ് ഗിയർ കുറച്ച്, അതായത് ടോർക്കിന്റെ ഒരു ഇല്ലായ്മ നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും ഒരു ഫസ്റ്റ് ഗിയേഴ്സിലൊക്കെ. ബാക്കി അങ്ങോട്ട് വണ്ടി ഓടിക്കഴിഞ്ഞാൽ വണ്ടി സ്മൂത്താണ്, ഭയങ്കര സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു എഞ്ചിനാണ്, അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഹൈവേയിലൊക്കെ ക്രൂസ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ട് അത്യാവശ്യം ലോങ് ഒക്കെ പോയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിന്റെ വണ്ടി തന്നെയാണത്. അപ്പം ഹൈവേയിലൊക്കെ ക്രൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല, അതായത് ഒരു 80 to 100 നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ ക്രൂസ് ചെയ്ത് പോവാം. അപ്പൊ തന്നെ വണ്ടിയുടെ മാക്സിമം ഒരു മൈലേജ് നമുക്ക് കിട്ടും. അതായത് വണ്ടിക്ക് ഒരു ആവറേജ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു 15 to 18 ഇടയിലാണ് നമുക്ക് ഒരു ഹൈവേയിൽ നമുക്ക് കിട്ടുക. നമുക്ക് സിറ്റി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു 15 അടിയിലേക്കായിരിക്കും. മൈലേജ് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്, പ്രത്യേകിച്ച് സിറ്റിയിൽ ഓടിക്കുന്ന സമയത്ത്. വേറെ വണ്ടിക്ക് യാതൊരു പ്രശ്നമല്ല. ഈ ഫസ്റ്റ് ഗിയറിന്റെ ഒരു ലാഗ് അല്ലെങ്കിൽ ഒരു ടോർക്കിന്റെ ഒരു അഭാവം നമുക്ക് ഫീൽ ചെയ്യും സിറ്റിയിലൊക്കെ കൊണ്ടു നടക്കുന്ന സമയത്ത്. അതാണ് ഇപ്പൊ മേജർലി നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് പറയാനുള്ളത്. ബാക്കിയല്ല അതർവൈസ് വണ്ടി ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ ഒരു ഹൈലൈറ്റ് ഇതിന്റെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര വിസിബിൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് വണ്ടിയിലുള്ളത്. നമുക്ക് ഇപ്പം പറയാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വാഗണറിലൊക്കെ ഇരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു SUV-യിലൊക്കെ ഇരിക്കുന്ന പോലുള്ള ഒരു സിറ്റിംഗ് പൊസിഷനാണ്. അത്യാവശ്യം കംഫർട്ടുള്ള ഒരു സീറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വ്യൂ എന്ന് പറയുന്നത്, അതായത് കുറച്ച് പ്രായം ചെന്നിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിലും അവർക്ക് വിസിബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ അതിന് മാച്ച് ആവുന്ന രീതിയിലുള്ള വണ്ടിയാണ്. നമുക്ക് ശരിക്കും നമുക്ക് ഫ്രണ്ട് സീറ്റിൽ ഇരുന്നാൽ നമുക്ക് ആ ബോണറ്റിന്റെ ഭാഗമൊക്കെ കറക്റ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അത് ഈ വണ്ടിയുടെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിലും ഒട്ടും പുറകിലല്ല. അത്യാവശ്യം, അതായത് ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യത്തിലധികം ഫീച്ചേഴ്സ് ഉണ്ട്. ക്രൂസ് കൺട്രോൾ ഉണ്ട്, പിന്നെ അത്യാവശ്യം അടിപൊളി ഒരു മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇൻസ്ട്രുമെന്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിലോ ഒരു അടിപൊളി കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റിയറിംഗ് ആണ്. അതായത് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള, ബട്ടർ സ്മൂത്ത് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് ടാറ്റ പഞ്ചിൽ വന്നിട്ടുള്ളത്. ടാറ്റയുടെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയിലും ഇതുപോലുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. നമ്മൾ ചില സമയത്ത് നമുക്ക് തോന്നും അത്രയും സ്മൂത്ത് ആയിട്ടായിരിക്കും നമുക്ക് റൺ ചെയ്യുന്നുണ്ടാവുക. അതാണ് വണ്ടിയുടെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കൂളിംഗ് ആയിട്ടുള്ള ഒരു AC വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു റൂം സ്പേസും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഹൈലൈറ്റ് ആണ്. ഡ്രൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ, അതായത് നല്ല കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി കാറാണ്. ഇനി ഇതിന്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ റയർ സീറ്റ് ആണ്. അതായത് നമുക്ക് ബാക്കിൽ സീറ്റ് ജസ്റ്റ് കാണിക്കുന്ന സമയത്താണെങ്കിലും ബാക്കിലാണെങ്കിലും, അതായത് ഡ്രൈവർ പോലെ തന്നെ ബാക്കിലും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ചില വണ്ടികൾ ഉണ്ടായിരിക്കും നമുക്ക്. അതായത് ഡ്രൈവർ സീറ്റ് പോലെ തന്നെ അത്ര കംഫർട്ടബിൾ ആയിക്കോളണമെന്നില്ല നമുക്ക് റയർ സീറ്റ്. ഇതിന്റെ റയർ സീറ്റ് എന്ന് പറഞ്ഞാൽ കംഫർട്ടബിൾ ആയിട്ട് 3 പേർക്ക് കറക്റ്റ് ഇരുന്ന് പോകാൻ പറ്റുന്ന ഒരു സീറ്റാണ് നമുക്ക് റയർ സൈഡിലും വരുന്നത്. ഇപ്പൊ നമ്മൾ ചെറിയൊരു പോക്കറ്റ് റോഡ് കയറിയേക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനത്തെ ചെറിയ പോക്കറ്റ് റോഡും ഓഫ് റോഡൊക്കെ, ചെറിയ ഓഫ് റോഡൊക്കെ കയറുന്ന സമയത്താണ് ഇതിന്റെ ഒരു സസ്പെൻഷൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസും അത് വല്ലാണ്ട് അധികം ഹെൽപ്പ് ചെയ്യും നമ്മളെ ചെറിയ പോക്കറ്റ് റോഡും ചെറിയ ഓഫ് റോഡൊക്കെ കയറുന്ന സമയത്ത്. ശരിക്കും നല്ല രീതിയിൽ കട്ടേഴ്സൊക്കെ എടുക്കുന്ന രീതിയിലുള്ളൊരു സസ്പെൻഷനാണ് പഞ്ചിന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസും ഇതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അനായാസമായിട്ട് ഒരു ടെറൈനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വലിയൊരു ഇതൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ അടി തട്ടുന്നുള്ള ഫിയർ ഒന്നും ഇല്ലാതെ നമുക്ക് വണ്ടി ഇറക്കാൻ വേണ്ടി സാധിക്കും. അതുകൂടി പഞ്ചിന്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പഞ്ചിൻ്റെ ആൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ഏകദേശം ഒരു 20,000 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിയിട്ടുള്ള വണ്ടിയാണ്. അപ്പം ടാറ്റ പഞ്ച് എടുക്കുന്നതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന് കുറച്ചും കൂടി കമ്പാരിറ്റീവ്, കാരണം വെച്ചാൽ ആദ്യ സമയത്തൊക്കെ ആളുകളെല്ലാവരും പറഞ്ഞിരുന്നതാണ് ടാറ്റയുടെ ഒരു സർവീസിൻ്റെ ഒരു അവൈലബിലിറ്റിയും അല്ലെങ്കിൽ സർവീസിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. അപ്പം കമ്പാരിറ്റീവ്ലി ഇപ്പം മച്ച് ബെറ്റർ ആയിട്ടുണ്ട് സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ. അതായത് നല്ല സർവീസ് സെൻറ്ററുകളും ഇപ്പോൾ
ഉണ്ട് ഇന്ന് മാർക്കറ്റിൽ. അപ്പം നിങ്ങൾക്ക് സർവീസിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള പേടികളൊന്നും ഇപ്പം ആവശ്യമില്ല. പിന്നെ നല്ല റിജിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി കിട്ടും. മാത്രമല്ല ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കമ്പാരിറ്റീവ്ലി അതായത് നമ്മളൊരു ഹാച്ച് ബാക്ക് എടുക്കുന്ന ഒരു പ്രൈസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മിനി SUV നമുക്ക് സ്വന്തമാക്കാം. അതാണ് ടാറ്റ പഞ്ച് എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവായിട്ട് ഇപ്പോൾ പറയാമെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ അതായത് ഒരു പെർഫോമൻസ് ലെവലിലേക്ക് ഒരു ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാറ്റ പഞ്ച് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഡ്രൈവിംഗ് അത്രത്തോളം നമുക്ക് ഫണ്ണായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഒന്നുമല്ല പഞ്ചിലുള്ളത്. നോർമലായിട്ടൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാം, അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് സിറ്റിയിലാണെങ്കിലും ഹൈവേയിലാണെങ്കിലും നമുക്ക് യാത്ര ചെയ്യാം. അല്ലാണ്ട് ഒരു ഡ്രൈവർ ഫോക്കസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം പെർഫോമൻസും കാര്യങ്ങളൊന്നും ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനും അല്ല വണ്ടിയും അല്ലത്. നമുക്ക് തികച്ചും ഫാമിലി പർപ്പസിന് അതായത് 5 പേർക്ക് നല്ല സുഖമായിട്ട് ഇന്ന് കംഫർട്ടബിൾ ആയിട്ട് പോയിട്ട് വരാം. അതാണ് ടാറ്റ പഞ്ചിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ള പ്രത്യേകിച്ച് ഈ ഒരു എന്താണ് വേരിയൻ്റ് എന്ന് പറയുന്നത് ശരിക്കും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ടാറ്റ പഞ്ച്. അതുകൊണ്ട് തന്നെയാണ് 2024 ഇത്രയധികം യൂണിറ്റുകൾ വിറ്റ് പോയിട്ടുള്ളതും. ഭയങ്കര ഇങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ പോവാ. പക്ഷെ ഒരു ഡ്രൈവർ എന്തൂസിയാസിന് വണ്ടി അത്ര ഇഷ്ടപ്പെടൂല കേട്ടോ മോനെ. അണക്ക് പറ്റിയ വണ്ടിയല്ല ഇത്, ഫാമിലി കാറാണ്. ട്രാവൽ ചെയ്യാൻ ഇങ്ങനെ ഒരു നമുക്ക് ലോങ് ഒക്കെ ഇരുന്ന് പോവാൻ അങ്ങനെ പോവാ. സിറ്റിയിലാണെങ്കിലും ഹൈവേയിലാണെങ്കിലും ഇങ്ങനെ പോവാ. ഒരു ക്രൂസ് കൺട്രോൾ ഒക്കെ വണ്ടി ഓടിക്കുമ്പോൾ മടുക്കൂല, അങ്ങനെയുണ്ട്. അത് നമുക്ക് ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ വരും, ഇരുത്തത്തിനോ അങ്ങനെ സീറ്റൊക്കെ നല്ല കംഫർട്ടാണ്. ഞാനിപ്പോ അന്ന് ആ പോണ്ടിച്ചേരി പോയി പറഞ്ഞില്ലേ, അത് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും ഇവിടുന്ന്? ഒറ്റ സ്ട്രെച്ച് ഒരു 250 മുകളിൽ കിലോമീറ്റർ ഉണ്ടാവുന്നുണ്ട് പോണ്ടിച്ചേരിക്ക്. ഒറ്റ സ്ട്രെച്ച് പറഞ്ഞാല് ഇടക്കൊന്ന് ചാടിക്കാൻ ഒരു വട്ടം അല്ലെങ്കിൽ 2 വട്ടം അങ്ങനത്തെ നിർത്തിയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങനെ ഒറ്റ സ്ട്രെച്ച് അതുവരെ പോയി, ഒരു സീനും ഉണ്ടായില്ല.